നമസ്കാരം. രാജ്യത്തെ സഹകരണ മേഖല പുതിയ ചുവടുവയ്പ്പിന് ഒരുങ്ങുകയാണ്. സഹകരണ മേഖലയിൽ ഓൺലൈൻ ടാക്സി സർവീസ് സംവിധാനം, ഇൻഷുറൻസ് കമ്പനി എന്നിവയ്ക്ക് ആരംഭം കുറിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ള ഓൺലൈൻ ടാക്സി കമ്പനികളായ ഊബർ, ഒല തുടങ്ങിയ കമ്പനികളുടെ മാതൃകയിലാകും സഹകരണ മേഖലയിലെ ടാക്സി സംവിധാനം രൂപപ്പെടുത്തുക. അത് ഏതാനും മാസത്തിനുള്ളിൽ സാധ്യമാകുമെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ പറഞ്ഞു. ടാക്സികൾ, ഓട്ടോ എന്നിവയ്ക്ക് പുറമെ ഇരുചക്ര വാഹനങ്ങൾക്കും ഈ സംവിധാനത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്യാനാകും. അതിലൂടെ പണം ഓപ്പറേറ്റർക്ക് പകരം നേരിട്ട് ഡ്രൈവർമാർക്ക് ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ടാക്സി സർവീസിനൊപ്പം സഹകരണ മേഖലയിൽ ഇൻഷുറൻസ് കമ്പനി ഒട്ടും വൈകാതെ പ്രവർത്തനം ആരംഭിക്കുമെന്നും സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഏറ്റവും വലിയ ഇൻഷുറൻസ് സംരംഭമായി അത് മാറുമെന്നും കേന്ദ്രമന്ത്രി പറയുകയുണ്ടായി. ലോക്സഭയിൽ ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി ബില്ലിനെ സംബന്ധിച്ച് നടത്തിയ ചർച്ചയ്ക്കിടെയാണ് അദ്ദേഹം ഇക്കാര്യം പരാമർശിച്ചത്. ത്രിഭുവൻ സഹകാരി സർവകലാശാല പുതിയ സംരംഭങ്ങൾക്കായി പരിശീലനം ലഭിച്ച മനുഷ്യവിഭവശേഷിയുടെ സ്ഥിരമായ വിതരണം ഉറപ്പാക്കും. ഇന്ത്യയിലുടനീളമുള്ള 284 സഹകരണ പരിശീലന സ്ഥാപനങ്ങളെ ഈ യൂണിവേഴ്സിറ്റി ഏകീകരിക്കും. ഒപ്പം നിലവിലുള്ള കേന്ദ്രങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. രാജ്യവ്യാപകമായി ദീർഘകാല സഹകരണ കോഴ്സുകൾ വർദ്ധിപ്പിക്കും. സഹകരണ മേഖലയിലെ വിദ്യാഭ്യാസത്തിനും പരിശീലനത്തിനുമായി സമഗ്രവും സംയോജിതവുമായ ഒരു സംവിധാനമാണ് അതിലൂടെ സ്ഥാപിക്കപ്പെടുക. അങ്ങനെ പുതിയ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം ഗുജറാത്തിലാണെങ്കിലും അതിന്റെ പ്രവർത്തനങ്ങൾ രാജ്യം മുഴുവൻ വ്യാപിക്കുന്നതാണെന്നും കേരളം, അസം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി സഹസ്ഥാപനങ്ങൾ വരുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സഹകരണ മേഖലയിലെ നിലവിലെ വിദ്യാഭ്യാസ പരിശീലന അടിസ്ഥാന സൗകര്യങ്ങൾ ഛിന്നഭിന്നവും ഭാവിയിലെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അപര്യാപ്തവുമാണെന്ന് പുതിയ ബിൽ പറയുന്നു. അതിനാൽ തന്നെ സഹകരണ സ്ഥാപനങ്ങളിലെ മാനേജ്മെന്റ്, സൂപ്പർവൈസറി, അഡ്മിനിസ്ട്രേറ്റീവ്, ടെക്നിക്കൽ, ഓപ്പറേഷണൽ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലെ ജോലികൾക്കായി പ്രൊഫഷണലായി യോഗ്യതയുള്ളവരെ ഉറപ്പാക്കുന്നതിന് ഒരു ദേശീയ സർവകലാശാല സ്ഥാപിച്ച് വിദ്യാഭ്യാസം, പരിശീലനം, ഗവേഷണം എന്നിവയ്ക്കായി സമഗ്രവും സംയോജിതവും നിലവാരമുള്ളതുമായ ഒരു ഘടന സൃഷ്ടിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ബിൽ ചൂണ്ടിക്കാണിക്കുന്നു. ത്രിഭുവൻ സഹകരണ സർവകലാശാല വഴി സഹകരണ മേഖലയിൽ വിദ്യാഭ്യാസവും പരിശീലനവും നൽകുക, യുവാക്കളുടെ ശേഷി വർദ്ധിപ്പിക്കുക, ബിരുദ പ്രോഗ്രാമുകൾ, വിദൂര വിദ്യാഭ്യാസം, ലേണിംഗ് കോഴ്സുകൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, പ്രതിവർഷം ഏകദേശം 8 ലക്ഷം വ്യക്തികളെ പരിശീലിപ്പിക്കുക, ക്ഷീര, മത്സ്യബന്ധന മേഖലകളിൽ മേഖലാധിഷ്ഠിത മികവിന്റെ സ്കൂളുകൾ സൃഷ്ടിക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. ഈ സർവകലാശാലയുടെ വരവോടെ സർക്കാരിന്റെ സഹകരണത്തിലൂടെ സമൃദ്ധി എന്ന ആശയം സാക്ഷാത്കരിക്കപ്പെടുമെന്നും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ അത് ഉത്തേജിപ്പിക്കുമെന്നും ക്ഷീര, മത്സ്യബന്ധന, ബാങ്കിംഗ്, സഹകരണ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് അത് പ്രോത്സാഹനമായി തീരുമെന്നും സഹകരണ മേഖലയിലെ യുവാക്കൾക്ക് വിലപ്പെട്ട തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും കേന്ദ്രമന്ത്രി അമിത് ഷാ പറഞ്ഞു. ആഴ്ചകൾ ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ മുതൽ PhD കോഴ്സുകൾ വരെ പുതിയ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ലഭ്യമാകും. രാജ്യത്തെ എല്ലാ ജില്ലയിലും ഒരു സ്ഥാപനമെങ്കിലും ഈ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഗുജറാത്തിലെ ആനന്ദിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ക്യാമ്പസിലാണ് പുതിയ യൂണിവേഴ്സിറ്റി പ്രവർത്തനം ആരംഭിക്കുന്നത്. രാജ്യത്തെ ക്ഷീരമേഖലയിൽ ശ്രദ്ധേയ മുന്നേറ്റം കാഴ്ചവെച്ച അമൂലിന്റെ ആരംഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച ത്രിഭുവൻ ദാസ് പട്ടേലിന്റെ പേരാണ് പുതിയ യൂണിവേഴ്സിറ്റിക്ക് നൽകിയിരിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.